ഒരു സിനിമ ടെക്നിക്കലായി എത്ര മികച്ചതായി നിൽക്കുമ്പോഴും അത് ആശയപരമായും വളരെ നന്നാവേണ്ടതുണ്ട് എന്ന ചിന്തയോടെ ചലച്ചിത്രങ്ങളെ സമീപിക്കുന്ന നിർമ്മാണ പ്രക്രിയയിൽ വളരെ ചിന്തനീയമായി ശ്രദ്ധിക്കുന്ന ഒരു സമ്പൂർണ്ണ ചലച്ചിത്രകാരനാണ് ശ്രീ പ്രിയനന്ദനൻ. സിനിമ സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന പ്രമേയം എന്താണെന്നും ആ സിനിമ ആർക്ക്, ആരോട്, എന്ത്, എങ്ങനെ, എപ്പോൾ പറയുന്നു എന്നും വളരെ വ്യക്തമായി തൻ്റെ സിനിമകളിലൂടെ പ്രേക്ഷക സമൂഹത്തിന് മുന്നിലെത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അംശങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് പ്രേക്ഷക സമൂഹത്തെ മൊത്തം ആസ്വാദക വൃന്ദങ്ങളാക്കി മാറ്റുന്ന ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര ഒരു ചലച്ചിത്രകാരൻ എന്ന പേരിന് അർഹനായ കൂടിയാണ് ശ്രീ പ്രിയനന്ദനൻ. ഈ എല്ലാ ഘടകങ്ങളുടെയും പ്രധാന കാഴ്ചപ്പാടിലൂടെ പ്രിയനന്ദനൻ തൻ്റെ പരിപൂർണ സിനിമകളെ നോക്കിക്കാണുമ്പോൾ ഒരേ കലയും സമയം സിനിമ അതൊരു കല മാത്രമല്ല, ഒരു രാഷ്ട്രീയമാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച്, ഭരണകൂടത്തിൻ്റെ നെറുകേടുകളെക്കുറിച്ച്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെക്കുറിച്ച് അവരുടെ എല്ലാം ചിന്തകളിലേക്കും മനനങ്ങളിലേക്കും മനസ്സുകളിലേക്കും അവസരങ്ങളിലേക്കും ഒക്കെ തൻ്റെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ കാണണം, സമൂഹം ഇതൊക്കെ അറിയണം, ഭരണകൂടം ഇതൊക്കെ അറിയണം എന്ന ഒരു കാലോചിതമായ ഒരു ചിന്തയുടെ ഫലമായി തൻ്റെ സിനിമകളിൽ കാഴ്ചവെക്കുന്ന ശ്രീ പ്രിയനന്ദനൻ, അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു സംശയം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മളിപ്പോൾ സാംസ്കാരികമായും സാക്ഷരതയിലുമൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ആശയപരമായി കാമ്പും കഴമ്പും എല്ലാമുള്ള വളരെ സ്വോദ്ദേശത്തോടുകൂടി നിർമ്മിക്കപ്പെടുന്ന, സംവിധാനം ചെയ്യപ്പെടുന്ന, അഭിനയിക്കപ്പെടുന്ന, പ്രേക്ഷക മുന്നിൽ എത്തപ്പെടുന്ന ആ സിനിമകൾ നവോത്ഥാനത്തിൻ്റെ തിളക്കമുണ്ട്, വെളിച്ചമുണ്ട്, കേരളത്തിൽ തിരിച്ച് മാറി ചിന്തിക്കുന്നവരാണ് കേരളത്തിൽ എന്നെല്ലാം വിശ്വസിക്കപ്പെടുന്ന നമ്മുടെ പ്രേക്ഷക സദസ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ വളരെ ഗൗരവമായി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതെന്തായാലും തൻ്റെ കർമ്മപഥത്തിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ സിനിമാക്കാരൻ പ്രിയനന്ദനെ എളിയ തോതിലെങ്കിലും ആദരിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഈ താരനിബിഡമായ ഈ സദസ്സിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സദസ്സിൻ്റെ സമാരംഭം കുറിക്കുന്നതിനായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി സ്വാഗത ഭാഷണത്തിനായി സെക്രട്ടറിയെ ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി എല്ലാവരെയും, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ ഇത് കേൾക്കാൻ വന്ന എല്ലാവരെയും ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. മെട്രോ ഫിലിം സൊസൈറ്റി കഴിഞ്ഞ കുറച്ച് നാളായി, ഒരു 2 വർഷത്തോളമായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവുമായി ചേർന്ന് സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് 2 വർഷമായിട്ട് ഞങ്ങൾക്കിവിടെ എല്ലാ മാസങ്ങളിലും സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതിയുണ്ട്. അതുകൂടാതെ ഇടയ്ക്ക് ചങ്ങമ്പുഴ പ്രസിഡൻറ്റ് ഞങ്ങൾക്ക് 5 ദിവസം 3 ദിവസം എന്നൊക്കെ പറഞ്ഞ്
വേറെ കുറച്ച് ദിവസം കൂടി തരും. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു 5 ദിവസം തന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു നമുക്കൊരു ഫെസ്റ്റിവൽ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എടപ്പള്ളി ചലച്ചിത്രോത്സവം നടത്തിയത്. അത് ഇവിടെ തന്നെയാണ് നമ്മൾ സിനിമകൾ പ്രദർശിപ്പിച്ചത്. ഇനിയും അടുത്ത വർഷം ആ സമയമാകുമ്പോൾ 5 ദിവസം തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിട്ട് നടത്തണമെന്നാണ് ഒരാഗ്രഹം. അതായത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എടപ്പള്ളി എന്ന് പറഞ്ഞ ഈ പ്രദേശം ഇവിടെ പണ്ട് 2 തിയേറ്ററേ ഉണ്ടായുള്ളൂ. ഒന്ന് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ പുറകിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, കൈരളി തിയേറ്റർ എന്ന് പറയും. അത് പഴയ തിയേറ്റർ. പിന്നെ ടോളിൻ്റെ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായി എടപ്പള്ളിയിൽ. ഇന്ന് ആ സ്ഥാനത്ത് ഒരു 2 മാള്, പിന്നെ വനിത വിനിത, അങ്ങനെ 3 എല്ലാം കൂടി 10-12ഓളം സിനിമ തിയേറ്ററുകൾ ഇവിടെ ഈ എടപ്പള്ളി പ്രദേശത്തുണ്ട്. എടപ്പള്ളിയിൽ വന്ന വലിയൊരു മാറ്റമാണത്. നമുക്കറിയാം, നമ്മൾ ഈ തൊട്ടപ്പുറത്തിരുന്ന സിനിമ, ഞാൻ വർഷങ്ങളായിട്ട് ഈ കൈരളി തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ളതാണ്. സിനിമ ആ പഴയ തിയേറ്ററാണ്. മൂട്ടകടി സിനിമ കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ മൂട്ടകടി കൊണ്ട് സിനിമ കണ്ടിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ഏതാണ്ട് ആധുനിക സജ്ജീകരണങ്ങളുള്ള അനേകം തിയേറ്ററുകൾ ഉയർന്നു വന്നു എന്നാണ് നമ്മുടെ വലിയൊരു മാറ്റം. അപ്പോൾ ഈ മാറ്റത്തെ അനുസൃതമായിട്ട് തന്നെ നമ്മൾക്ക് അടുത്ത വർഷം ഒരു വലിയ ഫെസ്റ്റിവൽ നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. അത് നമുക്ക് തിയേറ്ററിലേക്ക്, ഇപ്പോൾ ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു സിനിമ ദബാരി കുരുവി വനിതയിലാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ വലിയൊരു ഫെസ്റ്റിവലായിട്ട് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ശേഷമാണ് ഇത് 3 ദിവസം ഇവിടെ പിന്നെയും പ്രസിഡന്റ് ഞങ്ങൾക്ക് തന്നു. കാര്യം ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, ഇവിടെ 360 ദിവസം പ്രോഗ്രാമുകളാണ്. ഒരു മാസം തന്നെ 31 കവിഞ്ഞ പ്രോഗ്രാം വരും. അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഈ 3 ദിവസം ഫിലിം ഇതിനു വേണ്ടി മാറ്റുന്നത്. അപ്പോൾ ഈ സൗകര്യങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ ആലോചിച്ചു ഏത് നമുക്ക് സിനിമ ഈ 3 ദിവസം കൂടെ നടത്തണം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു 2-3 മാസം മുമ്പ് പ്രിയൻ സാറിനോട് സംസാരിച്ചിരുന്നു, നമുക്കൊരു ഫെസ്റ്റിവൽ നടത്തണമെന്ന്. ഞങ്ങൾക്കൊരു കുറച്ച് സിനിമ കളിക്കണമെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ 3 ദിവസം കഴിഞ്ഞ മാസം വിളിച്ചു പോയപ്പോൾ ഓക്കെ നടത്താമെന്ന് പറഞ്ഞ് സന്തോഷമായി. അങ്ങനെയാണ് ഈ ഫെസ്റ്റിവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ രൂപീകരിക്കാൻ വേണ്ടി ഒരു ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി ഒരു സഹായങ്ങൾ ചെയ്യുന്ന ഈ ചങ്ങമ്പുഴ പ്രസിഡന്റിനാണ് ഇന്നത്തെ അധ്യക്ഷൻ. അതുകൊണ്ട് അധ്യക്ഷത്തിനെ ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഔപചാരികയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണവും ഉദ്ഘാടനവും ചെയ്യുന്നത് സിബി മലയിൽ സാറാണ്. സിബി മലയിൽ സാറിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാര്യം 40ഓളം സിനിമകൾ ചെയ്ത്, അതും വലിയ വലിയ ഹിറ്റ് സിനിമകൾ ചെയ്ത് നമ്മളെല്ലാവരും അറിയുന്ന, അംഗീകരിക്കപ്പെടുന്ന വലിയ ഒരു സംവിധായകനാണ് സിബി മലയിൽ സാർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയണില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ കിരീടമോ അല്ലെങ്കിൽ ഹിസൈന സബത്തുള്ളയോ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ടാകും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സതയമാണ്. എന്തോന്നറിയില്ല, ഞാൻ അത് സാറിനോട് ഇപ്പോഴും ഞാൻ ചോദിക്കണം, നമുക്ക് സതയം ഒരിക്കൽ ഞങ്ങൾക്കത് കാണിക്കാനുള്ള സൗകര്യം തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ആ സിനിമ അതിനകത്ത് വലിയൊരു അധികം ഹിറ്റായില്ല. പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണ്. അതിൽ അവസാന രംഗങ്ങളിലുള്ള ഒരു വയലേഷൻ ഉണ്ട്. അതാണ് ആ സിനിമയെ ഹിറ്റിൽ നിന്ന് പിൻവലിച്ചത് എന്നൊക്കെ സാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് ആ സിനിമ അതുപോലുള്ള അനേകം വയലൻസൊക്കെ കഴിഞ്ഞു പോയ ഈ കാലത്ത് അന്നത് വയലൻസ് ഒരു വലിയ വിഷയമായിരുന്നെങ്കിൽ ഇന്നത്തെ വയലൻസ് ഒരു വിഷയമേ അല്ല. കാര്യം നമ്മുടെ സിനിമകളിൽ ഒരുപാട് വയലൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ആ വയലൻസിനെ അംഗീകരിച്ചില്ല എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ പേര് സതയം എന്ന സിനിമയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും അദ്ദേഹത്തെ ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾക്ക് മുഖ്യമായിട്ട് നമ്മുടെ ഇത് മെമൻറ്റോ കൊടുക്കാളം സംവിധാനം ആദരിക്കാളം മേയറാണ്. മേയർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ മേയറിനെയും
ഞാൻ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും കൂടി വരാനുണ്ട്. ഇർഷാദ്, സിദ്ധാർത്ഥ്, ഭരതൻ രണ്ടുപേരും വന്നിട്ടില്ല. എങ്കിലും ഇർഷാദ് എന്ന് പറഞ്ഞത് പ്രിയേന്ദ്രൻ സാറിൻ്റെ എല്ലാ സിനിമകളിലും, ഒട്ടുമിക്ക സിനിമകളിൽ അഭിനയിച്ച വലിയൊരു നടനാണ്. അദ്ദേഹത്തിന് എന്തോ പനി എന്തോ കരം കൊണ്ട് വരാവുന്നത്, എങ്കിലും അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സിദ്ധാർത്ഥ്, ഭരതൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ടില്ല. വരികയാണെങ്കിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഉള്ളത് MG വിജയ്, നിർമ്മാതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ വീണുപോയാൽ ഒരാൾ നമ്മളെ കൈപിടിച്ച് ഉയർത്തും ആരെങ്കിലും ഉണ്ടാകും. അങ്ങനെ പ്രിയേന്ദ്രൻ സാറിൻ്റെ ജീവിതത്തിലെ കൈപിടിച്ച് എണീപ്പിച്ച ഒരു മനുഷ്യനാണ് ഈ MG വിജയ് എന്ന ഈ നമ്മൾ ഇന്ന് പ്രദർശിപ്പിക്കാൻ പോകുന്ന പുലിജന്മത്തിൻ്റെയും കൂടി നിർമ്മാതാവ്. അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഇവിടെയുള്ള വേണു B നായരാണ്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം അഭിനയിച്ച കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതുകൂടാതെ 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, തൂവൽക്കാറ്റ്, കീർത്തനം. ഈ കാക്കത്തുരുത്ത് സിനിമ നമ്മൾക്ക് ഒരുക്കം പ്രദർശിപ്പിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് 6 മാസമായിട്ടുണ്ട്. അപ്പോൾ വനിതയിൽ പ്രദർശിപ്പിക്കണമെന്ന് വിളിക്കുമ്പോഴും പറയും, പക്ഷേ ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ല. ഏതായാലും കാക്കത്തുരുത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലെ ഒരു വലിയ സിനിമയാണ്. അത് നമുക്ക് ഒരിക്കൽ അത് പ്രദർശിപ്പിക്കുമെന്നും വിശ്വസിക്കാം. അദ്ദേഹം മാക്ടയുടെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ശിവഗോവിന്ദ് സാർ ഇവിടെയുണ്ട്. ശിവഗോവിന്ദ് സാറിന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുകയും ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലുമുള്ള ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഇപ്പോൾ കോർഡിനേറ്ററായ P. കൃഷ്ണൻ, അദ്ദേഹവും ഞങ്ങളുടെ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന അജീഷ് കേരളത്തിലെ സ്വതന്ത്ര ചിന്ത പ്രസ്ഥാനത്തെ രൂപവൽക്കരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കേരളത്തിലെ അന്ധവിശ്വാസം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങളുടെ മിക്ക പരിപാടികളും റെക്കോർഡ് ചെയ്യുകയും ഞങ്ങൾ പലരും ആ ചാനലിൽ കൂടിയാണ് മെട്രോയുടെ പരിപാടികളെല്ലാം ആളുകളിലേക്ക് എത്തുന്നത്. ഇന്ന് അതേപോലെ പ്രിയൻ സാധാരണ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്മിറ്റി അംഗമായ സന്ധ്യ ജയകുമാർ അത് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഉടനെ തന്നെ ആ ചാനലിലൂടെ പുറത്തു വരുന്നതാണ്. നിങ്ങളെല്ലാവരും അത് കാണണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അജീഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാൻ ഒരാളും കൂടി ഉണ്ട്. അത് വേദിയിലുള്ള സാറാണ്. അതായത് MK വിജയൻ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ നടന്ന എല്ലാ സിനിമകളുടെയും പിറ്റേ ദിവസം തന്നെ റിവ്യൂ എഴുതുന്ന MK വിജയൻ സാർ നിങ്ങളെ അറിയില്ലായിരിക്കും. അവിടെ ഇരിപ്പുണ്ട്. സാറൊന്ന് എണീറ്റ്. മാത്രമല്ല ഞങ്ങളിവിടെ ഈ സാധാരണ സിനിമ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സിനിമകളല്ലാതെ ഞങ്ങൾ ഈ ചങ്ങമ്പുഴ ഗ്രന്ഥശാലയിലും സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അവിടെ ലോക ക്ലാസിക് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ബലേത്താറിൻ്റെ ടൂറിംഗ് ഹോഴ്സ് എന്നുള്ള സിനിമ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആ ബലേത്താറിൻ്റെ സിനിമയെ പോലും വിലയിരുത്തി എഴുതുന്ന വളരെ നിരൂപണ വിദഗ്ധനായ, അതും ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്ന ഒരു പ്രിയ ഞങ്ങളുടെ മെമ്പറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയനന്ദനൻ ഇനി അവസാനമായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ സംവിധായകന് വേണ്ടിയാണ്. ഈ പ്രിയൻ വല്ലച്ചിറ എന്നാണ് പഴയ പേര്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അഭിമുഖം ചെയ്തവരെല്ലാവരും
ഒരുപാട് ഒരു എപ്പിസോഡുകളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അദ്ദേഹത്തിൻ്റെ കലാജീവിതം, വന്ന വഴികളും, തുടർന്ന സിനിമകൾ നിർമ്മിച്ചതിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇനി വലിയ രീതിയിൽ പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ, അതായത് യൂട്യൂബിൽ പ്രിയ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും വരും. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ, ജീവിതത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വല്ലച്ചിറ എന്നുള്ള ഗ്രാമത്തിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ കലാപ്രവർത്തനം ഇന്ന് 8 സിനിമകളിലേക്കും 9ാമത്തെ സിനിമയുടെ അവസാനത്തെ എന്തോ ഒരു രംഗം കൂടി പിടിക്കാനുണ്ടല്ലേ, അതെ, അവിടം വരെ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം ഞങ്ങൾ നെയ്ത്തുകാരെന്ന സിനിമ സംഗീതത്തിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം, അദ്ദേഹം ചെയ്ത പല ജോലികളുണ്ട്. അതിലൊന്ന് സ്വർണ്ണപ്പണിയാണ്. പക്ഷേ ആ സ്വർണ്ണപ്പണി അദ്ദേഹം അവസാനിപ്പിച്ചു. പക്ഷേ സിനിമയിലുള്ള സ്വർണ്ണപ്പണി തീർത്തിട്ടില്ല എന്ന് ആ സിനിമ കണ്ടാൽ പറയും. കാര്യം ആ സിനിമ അത്രയും മാറ്റം 25 വർഷം കഴിഞ്ഞ് നമ്മളവിടെ പ്രദർശിപ്പിക്കുകയും ഇപ്പോഴാണ് മനസ്സിലായി ആ സ്വർണ്ണമാണത്. ആ സ്വർണം, ആ പണിയുടെ ഒരു മാറ്റം കുറഞ്ഞിട്ടില്ല. ആ സിനിമ ഇന്നും നമ്മൾക്ക് ആസ്വദിക്കാമെന്നതാണ് 25 വർഷം കഴിയുമ്പോഴും ആ സിനിമയുടെ പ്രസക്തി. ഇനി ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞാലും EMS എന്നുള്ള മനുഷ്യൻ, നമുക്കറിയാം, നമ്മളെല്ലാവരും ലക്ഷക്കണക്കിന് മനുഷ്യനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് EMS. അദ്ദേഹത്തിൻ്റെ മരണത്തെ മറ്റൊരു രീതിയിൽ ആവിഷ്കരിച്ച വളരെ സുന്ദരമായ സിനിമയാണ്. ആ സിനിമ നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാനുണ്ട്. ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനാണ് ഇതിൻ്റെ മുന്നായിട്ട് നിന്നത്. അപ്പോൾ പ്രിയൻ സാറിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി പറയാണ്ട് ഇരിക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശ്വാസികളുണ്ട്. പെട്ടെന്ന് വ്രണം പൊട്ടുന്ന ആൾക്കാരവർ. അത് ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായി കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തുമായി ലോകത്തൊക്കെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ വ്രണം പൊട്ടുകയും കലാകാരന്മാരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു സംസ്കാരത്തിലേക്കും കൂടി നമ്മൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്രണം പൊട്ടിയിട്ട് ആക്രമണത്തിന് വിധേയമായപ്പെട്ട ഒരാൾ കൂടിയാണ് പ്രേമചന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ട ഒരു കാര്യം കൂടി നമുക്കുണ്ട്. എല്ലാ കലാകാരന്മാർക്കെതിരെയും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആവിഷ്കാരം നടത്താനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് ആവശ്യമാണ്. അത്തരം സ്വാതന്ത്ര്യത്തെ നിഗളിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും അത്തരം ആക്രമണത്തിന് വിധേയമാകുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതും കൂടി ഒരു ആവശ്യമുണ്ട്. കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വിശ്വാസവും എന്നും സ്ഥാപിതമായൊരു സാധനമൊന്നുമല്ല. കാലങ്ങളായിട്ട് പല പല വിശ്വാസങ്ങൾ മനുഷ്യവർഗത്തിനുണ്ട്. അതായത് 3 ലക്ഷം വർഷങ്ങളായെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഭൂമിയിലിട്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ, ഈ 3 ലക്ഷം വർഷങ്ങൾ ജീവിച്ച ഒരു മനുഷ്യജീവി എന്തെല്ലാം വിശ്വാസങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു വിശ്വാസവും നാളെ ഉണ്ടാകണമെന്നില്ല. ഇന്നുള്ള ഒരു മതങ്ങളും നാളെ ഒരു 100-150 വർഷം കഴിഞ്ഞ് ഉണ്ടാകണമെന്നില്ല. ആ വിശ്വാസങ്ങളൊക്കെ മാറാം. അപ്പോൾ ഇപ്പോൾ ഈ നിലവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ വ്രണം പൊട്ടിയിട്ട് ആക്രമിക്കാൻ നടക്കുന്ന ഈ വിവരദോഷികൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഈ മനുഷ്യ ചരിത്രത്തിൽ എത്രയോ ദൈവങ്ങളും മതങ്ങളൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മതങ്ങളുടെ പേരിലോ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലോ ആരെയെങ്കിലും ആക്രമിക്കാൻ പോകുന്ന ആളുകൾ തനി വിവരദോഷികളാണ്. അത്തരം ആൾക്കാർക്ക് എതിരെ കൂടിയാണ് പ്രിയനന്ദനെ പോലെ അത്തരം ആക്രമണത്തിന് വിധേയമായ ഒരു കലാകാരനെ നമ്മൾ സംരക്ഷിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതും ഒരു ആവശ്യമാണെന്നുള്ള ഒരു ബോധം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവൽ തന്നെ ഇങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് പറയുന്നത്. നമുക്കറിയാം, ഈ പ്രിയനന്ദൻ്റെ സിനിമകൾ ഇപ്പോൾ 5 സിനിമകൾ നമ്മൾ 5ാമത്തെ സിനിമയാണ് ഇനി വരാൻ പോകുന്നത്. ഈ 5-ൽ 8 സിനിമകളുണ്ട്. അതെല്ലാം നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കാര്യം നമുക്കതിനുള്ള ചുറ്റുപാടില്ല. ഏതായാലും ബാക്കിയുള്ള സിനിമകളും കൂടി നമ്മൾക്ക് ഒരിക്കൽ പ്രദർശിപ്പിക്കാൻ പറ്റും. അപ്പോൾ പ്രിയനന്ദന് നമ്മുടെ എല്ലാവരുടെയും പേരിലും, ഈ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും, അതേപോലെ ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച ബാങ്ക് എംപ്ലോയീസിൻ്റെ ഒരു സംഘടനയും കൂടി ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷവും
അതേപോലെ അദ്ദേഹത്തിനുള്ള എല്ലാ ഊഷ്മളമായ സ്വാഗതവും ആശംസിക്കുന്നു. കൂടാതെ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും നമ്മുടേതായ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗത പ്രസംഗത്തിൻ്റെ ഏതാണ്ട് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സൗഹൃദപരമായ എന്നാൽ ആഹ്വാനം ഉൾക്കൊള്ളുന്ന ഒരു സ്വാഗത ഭാഷണം നമ്മുടെ സെക്രട്ടറി നൽകി. നമ്മുടെ സെക്രട്ടറിയെക്കുറിച്ചൊരു 2 വാക്ക് പറയാതെ വയ്യ ഇവിടെ. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെയാണ് ശ്രീ ജോർജ്. അദ്ദേഹത്തിൻ്റെ സിരകളിൽ ആകെ മെട്രോ ഫിലിം സൊസൈറ്റി എന്ന പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ആ അമരക്കാരൻ വെള്ളി വെളിച്ചത്തിലേക്ക് വരണം എന്ന് ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എന്നാൽ ഈ പ്രവർത്തനത്തിൽ ഒരിക്കലും ഒരു കുറവും വരുത്തുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാന ഘടകം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കണ്ടാൽ ഇന്ന് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് തിരുവനന്തപുരം, അതായത് സ്റ്റേറ്റ് ലെവലിൽ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിക്ക് അപ്പുറം ആകാവുന്ന പ്രവർത്തന മികവും ശ്രേഷ്ഠതയും കർമ്മ ചൈതന്യം എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം സൈഡ് ഒതുങ്ങി. യെസ്, ഞാൻ എപ്പോഴും കർമ്മനിരതനായി എറണാകുളത്ത് തന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ കൂടെ ഉണ്ട്. ഞാൻ വെള്ളി വെളിച്ചത്തിലേക്കും മറ്റ് വെളിച്ചത്തിലേക്ക് ഉദ്ദേശിക്കുന്നില്ല. വളരെ സൗമ്യമായ എല്ലാവരെയും സൗഹൃദപൂർവ്വം സ്വീകരിക്കുന്ന ശ്രീ മെട്രോ ഫിലിംസിൻ്റെ സെക്രട്ടറി ശ്രീ TR ജോർജ് ഒരു നല്ല സ്വാഗത ഭാഷണം നടത്തി. അടുത്തതായിട്ട് ഇതിൻ്റെ അധ്യക്ഷ ഭാഷണമാണ്. അധ്യക്ഷ ഭാഷണത്തിനായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റ്, മികച്ച ഒരു വാഗ്മിയും പിന്നെ ഒരു എഴുത്തുകാരനും കൂടെ ആയിട്ടുള്ള ശ്രീ P. പ്രകാശ് അവകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ പ്രിയനന്ദനൻ, ശ്രീ സിബി മലയിൽ, വേണു V. നായർ, MG വിജയ്, ശ്രീ കൃഷ്ണൻ, TR ജോർജ്, പ്രിയപ്പെട്ടവരെ, 5 ദിവസം നീണ്ടുനിന്ന പ്രിയനന്ദൻ ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. ഈ 5 ദിവസങ്ങളിലായി പ്രിയനന്ദൻ സംവിധാനം ചെയ്ത 5 സിനിമകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശ്രീ ജോർജ് ഇവിടെ ഇങ്ങനെ ഒരു ചലച്ചിത്രോത്സവം നടത്തുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് 5 ദിവസം പ്രിയനന്ദൻ അപ്പോൾ ചിത്രത്തിനുണ്ടായിരുന്നില്ല, ഒരു ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ നടത്താം എന്ന് അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. അപ്പോൾ ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇത് 5 ദിവസം വേണ്ട, ആളുകൾ വല്ലാതെ പേടിച്ചു പോകും, അതുകൊണ്ടത് 3 ദിവസം മതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ചലച്ചിത്രോത്സവം എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഹൊറർ ഫിലിമുകളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം തീരുമാനിച്ചത് മലയാള ഹൊറർ ഫിലിമുകളെ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ ജോർജ് പറഞ്ഞു, രാഹുൽ സദാശിവൻ്റെ മമ്മൂട്ടിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയ ഭ്രമയുഗത്തോടുകൂടി ചലച്ചിത്രോത്സവം നമുക്ക് തുടങ്ങാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് രാഹുൽ സദാശിവനോട്ട് ആലോചിച്ചപ്പോൾ ആ ചിത്രം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് ഹൊറർ ചിത്രങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ അത് നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്ന ഹൊറർ ചിത്രങ്ങളൊക്കെ അതിൽ കുറവാണ്. എന്നാൽ പിന്നെ ഇംഗ്ലീഷ് ചിത്രങ്ങളാവാം, മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ പഠിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ഇംഗ്ലീഷ് ചിത്രങ്ങളെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ജോർജ് വിളിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, പ്രിയനന്ദൻ്റെ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം. പ്രിയനന്ദൻ ചലച്ചിത്ര ജീവിതത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുകയുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെയാണ് 5 ദിവസത്തെ പ്രിയനന്ദൻ ചലച്ചിത്രോത്സവത്തിന് തീരുമാനമെടുത്തത്. അപ്പോൾ ഇവിടെ 3 ദിവസമേ ഒഴിവുള്ളൂ. അപ്പോൾ ബാക്കി 2 ദിവസം, ഒരു ദിവസം സംഗീതയിലും ഒരു ദിവസം വനിതാ തിയേറ്ററിലുമായിട്ടാണ് ഈ ചലച്ചിത്രോത്സവം നടന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിയനന്ദൻ ചലച്ചിത്രോത്സവം നടത്തുന്ന വളരെ സന്തോഷത്തോടെയാണ് ജോർജ് എന്നോട് കാര്യം പറഞ്ഞത്. അപ്പോൾ എനിക്കും സന്തോഷമായി.
ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർക്കും സന്തോഷമായി. അതിനെല്ലാം പുറമെ പ്രിയനന്ദന് വളരെ സന്തോഷമായി എന്ന് പ്രിയനന്ദൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. അപ്പോൾ ആകെ ഒരു സന്തോഷ ചലച്ചിത്രോത്സവമായി ഇത് മാറി. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം പ്രദർശിപ്പിച്ച ചലച്ചിത്രങ്ങൾക്കും നല്ല ആൾക്കൂട്ടമായിരുന്നു. ഇന്നലത്തെ ചലച്ചിത്രം തുടങ്ങാൻ താമസിച്ചുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് ദേശീയ പുരസ്കാരം കിട്ടിയ പുലിജന്മം ആണ്. ആ പുലിജന്മത്തിൻ്റെ സംവിധായകൻ മാത്രമല്ല നിർമ്മാതാവും ഇവിടെ നമ്മോടൊപ്പമുണ്ട്. പ്രിയനന്ദനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ദിവസം ചങ്ങമ്പുഴ പാർക്കിൽ ആ ഒരു കല്ലിൻ്റെ മുകളിൽ താടി നീട്ടി വളർത്തിയ നല്ല ഉയരമുള്ള ഒരാൾ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കടന്നു പോകുമ്പോഴേ പെട്ടെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നല്ല മുഖപരിചയം തോന്നി. അപ്പോൾ ഇത് പ്രിയനന്ദനല്ലേ എന്ന് തോന്നി. അപ്പോൾ പ്രിയനന്ദൻ്റെ കൂടെ ഇരുന്ന ആൾ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. അയാൾ വന്ന് പരിചയപ്പെടുകയും ചെയ്തു. അപ്പോൾ പരിചയപ്പെട്ട് 2-3 വാചകം പറഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞത് ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തെ പറ്റിയും ഇവിടെ ഒരു അംഗത്വം എടുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പ്രിയനന്ദൻ എന്നോട് പറയുകയായിരുന്നു, അന്ന് എന്നെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ അംഗമായി ചേരണം എന്നാണ്. പ്രിയനന്ദൻ്റെ ചലച്ചിത്രങ്ങൾ നമ്മൾ ഈ സമാന്തര സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. മുഖ്യധാരാ സിനിമയിൽ പെട്ട സമാന്തര സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ സമാന്തര സിനിമ മുഖ്യധാരാ സിനിമ എന്നുള്ള വേർതിരിവ് തന്നെ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രിയനന്ദൻ്റെ ചലച്ചിത്രങ്ങൾ ഒരു സാഹസികൻ്റെ ചലച്ചിത്രങ്ങൾ ആണ്. കാരണം അത്തരം വിഷയങ്ങളൊക്കെ സിനിമയാക്കുക എന്നുള്ളത് ഒരു സാഹസ പ്രവൃത്തി തന്നെയാണ്. കാരണം സാധാരണ ഈ നിർമ്മാതാക്കൾ ഇതിന് പണം മുടക്കാൻ ആൾ വേണമല്ലോ. അപ്പോൾ നിർമ്മാതാക്കൾ പണം മുടക്കുക തീർച്ചയായും പണം വാരുന്ന പടങ്ങൾക്കാണ്. പ്രിയനന്ദൻ അങ്ങനെ തൻ്റെ ചിത്രങ്ങൾ പണം വാരി പടങ്ങളാവണം എന്ന ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷേ അതിൽ പലതും ജനപ്രിയ ചിത്രങ്ങളായി മാറുകയും ചെയ്തു. പുലിജന്മം തന്നെ അതിന് ഉള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ സൂഫി പറഞ്ഞ കഥ ഒക്കെ ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ ഒരു സ്പർശം അതിൽ എല്ലാ ഫ്രെയിമിലും തന്നെ ഉണ്ട്. പ്രിയനന്ദൻ്റെ സിനിമകൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത അതിലൊക്കെ എന്തെങ്കിലും ഒരു സന്ദേശവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് സമൂഹത്തിന് എന്തെങ്കിലും നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് സമൂഹത്തിന് എൻ്റർടൈൻമെൻറ്റിനുള്ള എന്തെങ്കിലും നൽകുക എന്നുള്ളതല്ല, ഒരു സന്ദേശം നൽകുക എന്നുള്ളതൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ചലച്ചിത്രങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ ഗൗരവത്തിലൊന്നും പറയാൻ യോഗ്യതയുള്ള ഒരു ആളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഇവിടെ ഒരു ചലച്ചിത്രോത്സവം നടത്താൻ സാധിച്ചതിലും അതിൻ്റെ അവസാനത്തെ ദിവസം പ്രിയനന്ദനെ പോലെ ഒരു സംവിധായകനെ മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചതും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ജോർജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടപ്പള്ളി ചലച്ചിത്രോത്സവം അടുത്ത വർഷവും നടത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അത് നമ്മൾ നടത്തുകയും ചെയ്യും. ഇവിടെ ഈ നല്ല സിനിമകൾ കാണാൻ ഇടപ്പള്ളിയിലെ ആളുകൾക്ക് അവസരമുണ്ടാക്കുന്നതിൽ മെട്രോ ഫിലിം സൊസൈറ്റിയും അതിന് നേതൃത്വം വഹിക്കുന്ന പങ്ക് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടപ്പെടേണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കഴിയുന്നതും സാധാരണക്കാർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതേസമയം മികച്ച നിലവാരവുമുള്ള ചിത്രങ്ങൾ വേണം പ്രദർശിപ്പിക്കാനെന്ന്. ജോർജ് ആ നിർദ്ദേശം അനുസരിക്കാറുമുണ്ട്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയനന്ദന് എല്ലാ ആശംസ നേർന്നുകൊണ്ടും നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ഭംഗിയുള്ള ഒരു അധ്യക്ഷ ഭാഷണം. അദ്ദേഹം ആവശ്യപ്പെടുന്ന സഹകരണം മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ കാണിക്കണം എന്ന് പ്രകാശൻ നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചില സമയത്ത് ഒരു ക്ലാസിക്കൽ ഫിലിംസൊക്കെ വരുമ്പോൾ ചിലർക്ക് അത് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബീയിങ് കണക്റ്റഡ് ടു ദം. അങ്ങനെയാണ് സംഭവിക്കാറ്. എങ്കിലും ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്.
ഇതുവരെ മെട്രോ ഫിലിം സൊസൈറ്റിക്ക് ചങ്ങമ്പുഴ കേന്ദ്രം നൽകിയ എല്ലാ പിന്തുണയ്ക്കും അതിൻ്റെ അമരക്കാരനായ ശ്രീ പ്രകാശനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഈ പിന്തുണ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇനി പരിപാടിയിലെ അടുത്ത ഇനം പരിപാടിയുടെ ഉദ്ഘാടനമാണ്. ശ്രീ സിബി മലയിൽ. പ്രത്യേക വിശേഷണങ്ങൾ ഒന്നും ഇവിടെ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതായ ആവശ്യമില്ല. 40ഓളം സിനിമ, കിരീടം, ഹിസൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ, ഇതൊക്കെ തന്നെ മതി അദ്ദേഹത്തെ അറിയാൻ. അദ്ദേഹത്തെ ഉദ്ഘാടന ഭാഷണത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പി പ്രകാശ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ മേയർ ശ്രീ എം അനിൽകുമാർ, ഇന്നിവിടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും മുഖ്യ സാന്നിധ്യമായിട്ടുള്ള പ്രിയ സംവിധായകൻ പ്രിയനന്ദൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയമുള്ളവരെ, ആദ്യമായി പ്രിയനന്ദൻ എന്ന സംവിധായകൻ്റെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തുവാൻ മെട്രോ ഫിലിം സൊസൈറ്റി കാണിച്ച ആ ഒരു മഹാമനസ്കതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പ്രിയനന്ദനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകർ അവരുടെ ഓരോ സിനിമകളും ഓരോ പോരാട്ടങ്ങളാണ്, ഓരോ സമരമാണ്. ഞങ്ങളെപ്പോലെയുള്ള മുഖ്യധാരയിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അനുഭവിച്ചു പോകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു പോകുന്ന രീതിയിലുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടല്ല പ്രിയനെ പോലെയുള്ളവർ സിനിമ ചെയ്തിട്ടുള്ളത്. ഒരു നിർമ്മാതാവിനെ കണ്ടെത്തുന്നത് മുതൽ അതിൻ്റെ ഷൂട്ടിങ്, അതിൻ്റെ വേദിയിൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും വലിയ പ്രതിസന്ധികളിലൂടെ, വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നൊരു ചലച്ചിത്ര നിർമ്മാണ രീതിയിലാണ് അവർ സിനിമകൾ എടുക്കുന്നത്. പ്രിയൻ്റെ ആദ്യത്തെ സിനിമ നെയ്ത്തുകാരൻ, അതിൻ്റെ ഓരോ ദിവസത്തെയും സിനിമ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമോ, ഇന്ന് അതിനുള്ള ഫണ്ട് ഉണ്ടാകുമോ, ഇന്നത് അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ഓരോ ഘട്ടവും ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുക എന്നുള്ളൊരു ചലഞ്ചുണ്ട്. അത്തരം വലിയ പ്രതിസന്ധികളെ പ്രതിസന്ധികളിലൂടെ ഒരു ചലച്ചിത്രകാരൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് സ്പേസിലേക്ക് അതിനെ എത്രമാത്രം അത് അലോസരപ്പെടുത്തുന്നുണ്ടാവും എന്നുള്ളത് എനിക്കും മനസ്സിലാക്കുവാൻ കഴിയും. ആ സിനിമയുടെ ഛായാഗ്രഹകനായ ശ്രീ ജെയിൻ ജോസഫ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസിൻ്റെ കഥ, നെയ്ത്തുകാരൻ്റെ നിർമ്മാണ വേളയിലുണ്ടായ ഒരുപാട് സ്ട്രഗിൾസിൻ്റെ കഥകൾ എനിക്കറിയാം. അനുദിനം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, തുടങ്ങിയ നിർമ്മാതാവ് മാറുകയും പുതിയ നിർമ്മാതാവിനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിലുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി തന്നെയാണ് നെയ്ത്തുകാരൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്, അത് പ്രേക്ഷകരിൽ എത്തിക്കാനും കഴിഞ്ഞത്. പക്ഷേ അതിന് ദേശീയ തലത്തിലൊരു അംഗീകാരം കിട്ടുന്നു എന്നുള്ളത് വലിയ, മുരളിക്ക് ലഭിച്ച അംഗീകാരം തീർച്ചയായിട്ടും ആ സിനിമയുടെ എല്ലാ പ്രയത്നങ്ങളെയും സാധൂകരിക്കുന്നതായിരുന്നു. അതിൻ്റെ അവരെ കടന്നുപോയ കഷ്ടപ്പാടുകളുടെ എല്ലാം അവസാനത്തെ ഏറ്റവും വലിയ പ്രതിഫലമായിട്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം അതിന് വരുന്നു. അതുപോലെ തന്നെയാണ് പുനർജന്മവും ഇതേപോലെ തന്നെയുള്ള പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നുപോയി ചെയ്ത സിനിമകൾ. പ്രിയൻ്റെ ഓരോ സിനിമകളും അങ്ങനെ തന്നെയാണ്. പുനർജന്മവും നെയ്ത്തുകാരനും അതിൻ്റെ നായകനായിരുന്ന മുരളി, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോഹൻലാൽ കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഏറ്റവും അധികം സിനിമകൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് മുരളിയാണ്. ഞാനുമായിട്ട് ഏറെ അടുത്ത സൗഹൃദം, ഒരു സഹോദരതുല്യമായ സൗഹൃദം അദ്ദേഹവുമായിട്ട് ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് തുടർന്നു വന്ന് അദ്ദേഹം വിട്ടുപിരിയുന്ന നാൾ വരെയും ഉണ്ടായിരുന്ന സൗഹൃദമാണ്.
അപ്പം മുരളിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സിനിമകൾ പ്രിയനാണ് ചെയ്തതെന്നുള്ളതും എനിക്കേറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. പ്രിയൻ സ്വന്തമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക നിലപാടുകളെയൊക്കെ ഒരിക്കൽ പോലും കോംപ്രമൈസ് ചെയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. ഒരു വ്യവസായം എന്ന നിലയിൽ ഒരിക്കൽ പോലും ഇവരാരും ഈ സിനിമയെ അവരുടെ കലാപ്രവർത്തനത്തെ കണ്ടിട്ടില്ല. അതൊരു കച്ചവടച്ചരക്കാക്കി മാറ്റിയിട്ടില്ല. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സഹായമാകുന്ന രീതിയിലുള്ള എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് സിനിമകൾ ചെയ്തു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നമ്മൾക്ക് ലഭിച്ച അംഗീകാരങ്ങളൊക്കെ ഒരുപക്ഷെ പ്രിയനെപ്പോലുള്ള ഒരാൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അത്തരത്തിൽ മുഖ്യധാരയിൽ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ ഒരു കലാകാരനെ അംഗീകരിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഈ വേദിയിലേക്ക് എത്തുവാനും കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷവും അഭിമാനമാണ്. എന്നെ വിളിച്ചപ്പോൾ പ്രിയൻ്റെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രിയൻ ചിത്രങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നു എന്ന് കേട്ടപ്പോൾ അതിലേക്ക് ഈ സമാപന സമ്മേളനത്തിലേക്ക് എത്തി മുഖ്യപ്രഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ എത്താം എന്ന് പറഞ്ഞത്. കാരണം അത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഒരു സിനിമയെ ഒരു സമരമായി കണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ സിനിമയും കഠിനമായ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അത്രമാത്രം ആത്മാർത്ഥതയുടെ സിനിമ ചെയ്യുന്ന ഒരാളോട് ഞാൻ കാണിക്കേണ്ട ബഹുമാനവും ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ സിനിമ ഇന്ന് പ്രദർശിപ്പിക്കുന്ന പുലിജന്മം ഉൾപ്പെടെയുള്ള ഓരോ സിനിമകളും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള നിലപാടുകളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു 8-9 സിനിമകളിലേക്ക് എത്തിച്ചേരുന്ന അവസരത്തിലും ഈ ഓരോ സിനിമകളും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തമായ സിനിമകളായി അനുഭവങ്ങളായിട്ട് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വേദിയിലേക്ക് എത്തി അദ്ദേഹത്തെ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രദർശനം ഈ 5 ദിവസവും നടന്ന ഈ സിനിമയുടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നിന്ന് അതിനോട് ചേർന്ന് നിന്ന എല്ലാവരോടും, പ്രത്യേകിച്ചും ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ സാർത്ഥകമാക്കാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഈ സിനിമകൾ കാണാൻ വന്ന എല്ലാ പ്രേക്ഷകരെയും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് വളരെ നന്ദി ശ്രീ സിബി മലയിൽ. പരിപാടിയുടെ അടുത്ത ഇനം ഉദ്ഘാടനമാണ്. കൊച്ചിയുടെ സ്വന്തം മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ വളരെ ബഹുമാനപൂർവ്വം ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, സഹോദരീ സഹോദരന്മാരെ, ഏറ്റവും കുറഞ്ഞ സമയമെടുക്കാൻ പോകുന്നത് ഉദ്ഘാടന പ്രസംഗമായിരിക്കും. ശ്രീ സിബി മലയിൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. വളരെ കുറച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ അദ്ദേഹം അധികം സംസാരിക്കാറില്ല. ഇന്നൊട്ടും സംസാരിച്ച് കണ്ടില്ല. എനിക്കറിയില്ല ഇനി വളരെ നേരത്തെ അദ്ദേഹം പ്രസംഗം തുടങ്ങിയോന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രീ പ്രിയനന്ദൻ്റെ അടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഞാൻ പിന്നെ അടുത്തിരുന്നിരുന്ന് പറഞ്ഞു, ഞാൻ മേയറാണെന്ന് പറഞ്ഞു. വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അറിയാത്തൊരു ബന്ധം എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നെയ്ത്തുകാരൻ സിനിമ അന്ന് സവിതയിൽ ഒരു പ്രദർശനം നടത്തി. ആ നടത്തുന്നതിൻ്റെ ഒരു സംഘാടകനായിരുന്നു ഞാൻ. അപ്പോൾ ഓരോ ആളും, ഞങ്ങൾ കൊടുത്ത ടിക്കറ്റിന് വന്ന ഓരോ ആളും വരുന്നത്, അവർക്ക് ഇരിപ്പിടം ഒരുക്കുന്നതിൽ, എത്ര പേരിത് വരുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിനേക്കാൾ വലിയൊരു പ്രശ്നം വന്ന് ഇത്ര വർഷം മുമ്പാണ്. നിങ്ങൾ ആ റിലീസ് കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു രംഗം, ശ്രീ സിബി മലയിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ സരിത സവിത സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നതാണ്. ഞാൻ നേരെ ശ്രീ സിബി മലയിലിനോട് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണ് അദ്ദേഹം ചിരിച്ചത്. കാരണം സരിത സീരിയൽ തിയേറ്ററിൽ കിരീടം കാണാനാണ് ഞാൻ ആ വലിയ മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു ദിവസം ചാടി എൻ്റെ മിക്കവാറും കാലൊടിഞ്ഞു പോയേനെ. കാരണം അന്ന് ഇന്നത്തെ പോലെയല്ല സിനിമയിൽ ടിക്കറ്റ് എടുക്കാനുള്ളൊരു ഇടിയുണ്ട്. പക്ഷെ ഇത് വളരെ ശാന്തമായി നെയ്ത്തുകാരൻ സിനിമ അത് നമ്മൾ അല്ലാതെ കണ്ടതിന് ശേഷമാണ് അതിൻ്റെ ഒരു പ്രദർശനം നമ്മൾ നടത്തിയത്. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത്, നമ്മൾ സാധാരണ പറയുമല്ലോ ഈ പെട്ടി, സിനിമ പെട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വന്നത് ഈ സമയത്തിന് വളരെ കുറച്ച് മുമ്പ് മാത്രമാണ്. അപ്പോൾ അന്ന് ഇതേപോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പെട്ടിയും കൊണ്ട് വരുന്ന ആൾ തന്നെ ഇതൊരു
പ്രവർത്തനമായി ഏറ്റെടുത്താണ് കൊണ്ടുവന്നത്. ഇവിടെ ഉണ്ടോ? അപ്പം അപ്പം ഞാനിത് ഭയങ്കരമായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നേരെ പിറകിൽ കൈരളി തിയേറ്റർ ഉണ്ട്. അപ്പം കൈരളി തിയേറ്ററിലാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് ഇതിങ്ങനെ കറങ്ങണതൊക്കെ ഇതിങ്ങനെ സിനിമയിൽ കുട്ടികളുടെ ഒരു കൗതുകം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പെട്ടിയിൽ നോക്കി പുറത്ത്, സിനിമ പെട്ടിയിൽ നോക്കി ഒരു തിയേറ്ററിൻ്റെ പുറത്ത് എന്നെ ഒരുപാട് നേരം നിർത്തിച്ച ആളാണ് ശ്രീ പ്രിയനന്ദൻ എന്ന കാര്യം. കൊച്ചി മേയറെ ഒരുപാട് മണിക്കൂർ ഇതേപോലെ പുറത്ത് നിർത്തിയ ഒരാളാണ് ഈ ശ്രീ പ്രിയനന്ദൻ എന്നുള്ള കാര്യം എൻ്റെ നാട്ടുകാരായ ഇടപ്പള്ളിക്കാർ അറിയണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഞാൻ നിന്നതിനുള്ള കൈയടിയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ശ്രീ സി ബി മലയിൽ പറഞ്ഞു, ഈ വിട്ടുവീഴ്ചയില്ലാതെ സിനിമ എടുക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ. എല്ലായിടത്തും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കേ അതിൻ്റെ പ്രയാസം മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ചില സമയത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിൻ്റെ കാരണമാണ് ശ്രീ സി ബി മലയിൽ പറഞ്ഞത്. ചിലപ്പോൾ സിനിമ വിജയിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് ബോധപൂർവം സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, വിജയത്തിന് വേണ്ടിയാണ്. ചിലരങ്ങനെയല്ല. അവർ ഏറ്റെടുത്ത ഈ ദൗത്യം, സിനിമ എന്ന് പറയുന്ന ഒരു പാഷനായി കാണുകയും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുകയും അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ ചെയ്ത ഒരു സിനിമയാണ് നെയ്ത്തുകാരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ നമ്മുടെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ നടക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എല്ലാ സിനിമയും കണ്ടേന്. എനിക്കൊരവസരം വരികയാണ്. പക്ഷെ അതിന് മുമ്പേ ഇത് ഫെസ്റ്റിവൽ കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞാൻ ജനുവരിയിലായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഭംഗിയായിട്ടിരുന്ന് കുറേ നേരം, അല്ലേ പ്രാശേട്ടാ, നമുക്കിവിടെ ഒരുപാട് പരിപാടികൾ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടിയേനെ. ഞാനിപ്പോഴും ആ സിനിമയിലെ ഓരോ രംഗങ്ങൾ ആലോചിക്കുകയാണ്. സാധാരണ ഫിലിം മേക്കേഴ്സും സാധാരണ മാധ്യമ പ്രവർത്തകരെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്ന മൂല്യച്യുതിയെപ്പറ്റി അത് കാണിച്ച് അതിൻ്റെ പിന്നിൽ അത് വാർത്തയാക്കി, അത് സിനിമയാക്കി, അത് ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ച് അത് കാണുന്നതിലൂടെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിൻ്റെ ഒരു പാസ്റ്റ് ഗ്ലോറി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് അതിലൂടെ പണമുണ്ടാക്കുന്ന ഒരു കാലത്താണ്. ഞാൻ ഇപ്പോഴും ആ കഥാപാത്രങ്ങളെ ഓർക്കുകയാണ്. മുരളി അഭിനയിച്ച ആ രംഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹം വളരെ വ്യത്യസ്തമായി ആ സിനിമയെ കാണിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ സത്യമുള്ള ഒരു കാര്യം, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങളിൽ പോലും വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഒപ്പിയെടുത്ത സിനിമ തന്നെയായിരുന്നു നെയ്ത്തുകാരൻ. ഞാനപ്പോൾ കുറച്ചേ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് നീട്ടി പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ സംവിധായകന്മാരിൽ ഒരാളായ ശ്രീ പ്രിയനന്ദൻ, അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവലിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം കൂടി പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയും ടെൻഷനും വരുന്നു. പക്ഷേ പ്രകാശേട്ടൻ പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല, നേരെ ധൈര്യമായിട്ട് വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. കാരണം പരിപാടിയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ആശംസകളും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ. ശ്രീ സി ബി മലയിൽ ഉദ്ഘാടനം ചെയ്തോ അതോ മുഖ്യപ്രഭാഷണമാണോ? ഇല്ല. അപ്പോൾ അദ്ദേഹം മുഖ്യപ്രഭാഷണമാണ് നടത്തിയതെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ പ്രിയനന്ദന് എല്ലാ ആദരവും എല്ലാ ആശംസകളും കൊച്ചി നഗരത്തിൻ്റേതായി പ്രത്യേകമായി അറിയിക്കുന്നു. അങ്ങ് ഇനിയും എന്നെപ്പോലെയുള്ള ആളുകളെ കാത്തിരുത്താൻ ഇടയാക്കട്ടെ എന്ന് അങ്ങയുടെ ഭാവി സിനിമകളിലൂടെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. ശ്രീ ജനപക്ഷ സിനിമയുടെ വക്താവ് ശ്രീ പ്രിയനന്ദനെ ആദരിക്കുക എന്നതാണ് അടുത്ത പരിപാടി. ആദരിക്കുന്നത് കൊച്ചി മേയറാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഫലകം കൊടുക്കുന്നതും ശ്രീ സിബി മലയിൽ പൊന്നാട അണിയിക്കുന്നതുമാണ്. മേയർ ആദരിക്കുക എന്നാൽ ആ നാട് മുഴുവൻ ചേർന്ന് അദ്ദേഹത്തെ ശ്രീ പ്രിയനന്ദനെ ആദരിക്കുന്നു എന്നാണ് വ്യക്തം. അപ്പോൾ കൊച്ചിയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ശ്രീ പ്രിയനന്ദനെയും ആദരിക്കുന്നതിനായി ഫലകം കൊടുക്കുന്നതിനും പൊന്നാട അണിയിക്കുന്നതിനുമായി ശ്രീ ബഹുമാനപ്പെട്ട മേയർ അവരുകളെയും ശ്രീ സിബി മലയിൽ അവരുകളെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഭക്ത്യാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
മാക്ടയുടെ ആദരം ശ്രീ വേണു ബി നായർ. പ്രിയ ചലച്ചിത്രകാരന് ആശംസകൾ നേരുന്നതിനായി നിർമ്മിതാവ് ശ്രീ MG വിജയൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ആകെ പറ്റാത്തൊരു പണിയാണ് ഈ നിന്നതിന് പ്രസംഗിക്കുക എന്നുള്ളത്. എനിക്ക് അതിൻ്റെ പ്രോട്ടോക്കോളോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ ഈ സമാപന ചടങ്ങിൽ എന്നെ വിളിച്ചതിന് ഒരുപാട് സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പിന്നെ ഞാനും പ്രിയനും തമ്മിലുള്ള ഞങ്ങളൊരു വെളിപ്പാടകലെ ദൂരത്ത് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിയനന്ദൻ ഫെസ്റ്റിവൽ പടത്തിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നത് അറിഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു പുലിജന്മം കൊണ്ട് ഉണ്ടായ ഒരാളാണ് നിർമ്മാതാവ് MG വിജയ്. അതിനുശേഷം ഞാൻ 3 സിനിമകൾ വേറെ നിർമ്മിച്ചു. പക്ഷേ പുലിജന്മം എന്ന് പറഞ്ഞ ഒരു സിനിമ തന്ന ആദരവായാലും ബഹുമാനമായാലും ഒരു നാഷണൽ അവാർഡ് അത്തരം സാധനങ്ങൾ ലഭിക്കുകയും ഒരുപാട് വേദികൾ ഇത്രയും മഹത്തായ വ്യക്തികളുടെ കൂടെ ഇരിക്കാനുള്ള വേദികൾ പങ്കിടാനും ആ ഒരു പുലിജന്മം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അധികമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രിയനന്ദനൻ എന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം അദ്ദേഹം നടന്ന വഴികൾ, അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ചീൻ്റെ ചൂട്, അത് കുറേയൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലെങ്കിലും സഞ്ചരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു പുലിജന്മം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ കൂടെ പ്രവർത്തിച്ച ഒരു മേക്കപ്പ് മാനുണ്ട്, അദ്ദേഹമാണ് ശ്രീ പട്ടണം ഷാ. അത് സിനിമയായി ബന്ധപ്പെട്ട് ഞാനവിടെ വളരെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അദ്ദേഹം തന്നെയാണ്. പക്ഷെ ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ശ്രീകുമാർ പ്രിയി, ശശിയേട്ടൻ, അത്തരം ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ ഈ പ്രിയനന്ദനൻ ഫെസ്റ്റിവലിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഞാൻ അധികമൊന്നും എനിക്ക് സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഇവിടെ വന്നു ചേർന്നിട്ടില്ല വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കാരണം പേര് വിട്ടിയപ്പോൾ ഒരാളുടെ പേര് വിടും, ഒരാളുടെ പേര് പറയാതൊക്കെ ചെയ്താൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും, മേയറടക്കം, CB സാറിനടക്കം, ശ്രീ പ്രിയനന്ദനടക്കം, ബാക്കി വേണു സാറിന് എല്ലാവർക്കും അടക്കം ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു. അതുപോലെ ഈ സിനിമ കാണാനും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, മഹത് വ്യക്തികൾക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നത് ശ്രീ മാക്ടയുടെ പ്രതിനിധി സംവിധായകൻ ശ്രീ വേണു ബി നായരാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനീയനായ മേയർ ശ്രീ അനിൽകുമാറിൻ്റെ അയൽവാസിയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട CB സാറ്, പ്രിയനന്ദൻ എൻ്റെ പ്രിയ കൂട്ടുകാരനാണ്. പ്രിയൻ്റെ ഈ ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടെ അഭിമാനിക്കുന്ന ഒരാളാണ്. പിന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജോർജേട്ടൻ, സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ, എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നു. മാത്രമല്ല പ്രിയനന്ദന് ഇതിനുള്ള അവസരം ഒരുക്കി കൊടുത്ത ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക്കാണ്. അത് നല്ലോണം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ കൂടിയ എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. 77 ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 77 ഞാൻ ഫിലിം സൊസൈറ്റിയായിട്ട് കോളേജ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞാൻ ഫിലിം സൊസൈറ്റി ആദ്യമായി കൊല്ലത്ത് രൂപീകരിക്കുകയും അതിനുവേണ്ടി ഡൽഹിയിൽ പോയി ഫിലിം കളക്ട് ചെയ്തു. അന്നൊക്കെ ഡൽഹിയിൽ പോയിട്ട് വേണം ഫിലിം കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അതിനോടുള്ള ആവേശമായിരുന്നു. അതിൻ്റെ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ അതാണ് എനിക്ക് ജോർജേട്ടനോടുള്ള ബഹുമാനവും. എല്ലാ ഫെസ്റ്റിവലിലും എന്നെ വരുമ്പോൾ ഫിലിം പ്രദർശിപ്പിക്കാൻ എന്നെ വിളിക്കാറുണ്ട്, അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടുത്ത
ആളുടെ കൂടെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത്. സിനിമാ ജീവിതം തോപ്പിൽ ഭാസി, തോപ്പിലാശാൻ എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എൻ്റെ നീലാകാശം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എൻ്റെ ജീവിതം, സിനിമാ രംഗത്തുള്ള എൻ്റെ ജീവിതം തുടക്കമിട്ടത്. അതിനുശേഷം ഭരതൻ, പത്മരാജൻ തുടങ്ങി അനേകം ലെജൻസിലൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ലാസ്റ്റ് ഡെന്നീസ് ജോസഫിൻ്റെ കൂടെ അധർമ്മം മൂല ആകാശദൂതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഒത്തിരിയേറെ സിനിമകൾ വർക്ക് ചെയ്തു. 3 സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. വീണ്ടും ഞാൻ സിനിമയിൽ സജീവമാകുന്നു. ഞാൻ അഭിനയ രംഗത്തേക്ക് കടന്നു. തമിഴിൽ തോഴർ ചെകുവര എന്നൊരു സിനിമയിലും എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. സത്യരാജിൻ്റെ പടമായിരുന്നു. ഈ ഘട്ടത്തിൽ എനിക്ക് ഇവിടെ വന്ന്, ഇതിൻ്റെയാണ് പ്രസക്തി, ഇവിടെ വന്ന് പ്രിയൻ്റെ ഈ ഒരു ആദരവ് മാക്ടയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള സിനിമാ കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അത് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം കൂടെ എടുത്തൊരു തീരുമാനമാണ് പ്രിയനെ അഭിനന്ദിക്കണം എന്ന്. അതിന് എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ശ്രീ ജോഷി മാത്യുവും അതിൻ്റെ സെക്രട്ടറി ശ്രീകുമാർ അരിക്കുറ്റിയും. അപ്പോൾ അതിനും അവരോട് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പ്രിയൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് വളരെയേറെ ബഹുമാനം തോന്നിയിട്ടുള്ള വ്യക്തിയാണ് പ്രിയൻ. അദ്ദേഹത്തിൻ്റെ പോലെ നല്ല സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൊമേഴ്സ്യൽ സിനിമയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഈശ്വരാധീനമാണ്. അതിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം. 100 പേരെങ്കിലും കൊല്ലാതെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാവില്ല. അങ്ങനൊരു കാലഘട്ടത്തിലാണ് പ്രിയൻ്റെയും ഇതുപോലുള്ള മഹത് വ്യക്തികളുടെയും പ്രാധാന്യം. അപ്പോൾ ഫിലിം സൊസൈറ്റികളുണ്ടാകുകയും ഫിലിം സൊസൈറ്റിയിലൂടെ അത് പരിചയപ്പെടുത്തുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ സിനിമയുടെ ഒരു പ്രത്യേക തലത്തിലുള്ള അന്തരീക്ഷം മാറിക്കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും പറഞ്ഞില്ല, കഴിഞ്ഞിടയ്ക്ക് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ അത് പറയുകയും കൂടെ ഈ ഫിലിം സൊസൈറ്റിയുടെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കണം, അത് വരണം. കാരണം വെച്ചാൽ അന്നത്തെ കാലത്തെ ഇതേപോലുള്ള സിനിമകൾ ഒരുപക്ഷെ ഒരു നല്ല നോവൽ വായിക്കുന്നത്, കാരണം വെച്ചാൽ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് ഉൾക്കൊള്ളുകയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മാനസികമായി നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ നല്ല നോവലുകൾ, അതേപോലെ തന്നെയാണ് നല്ല സിനിമകൾ. നല്ല സിനിമകൾക്ക് ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അതിൻ്റെ അന്തരീക്ഷങ്ങളും ഇതൊക്കെ നമ്മൾ അറിയുകയും അതിനെ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കുകയുള്ളൂ. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ചലച്ചിത്രത്തിൻ്റെ വ്യത്യസ്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന ദബാരിക്കുരുവി മാതിരിയുള്ള സിനിമകൾ നമ്മൾക്ക് സമ്മാനിച്ച, പുലിജന്മം മാതിരിയുള്ള സിനിമകൾ എടുക്കാൻ ധൈര്യപ്പെട്ട, പാതിരാക്കാലം മാതിരിയുള്ള സിനിമകൾ പ്രേക്ഷക മുന്നിലെത്തിച്ച ശ്രീ പ്രിയനന്ദൻ്റെ സ്മൃതിസ്പന്ദമാണ് അടുത്തത്. മറുപടിക്കായി ശ്രീ പ്രിയനന്ദനെ ക്ഷണിച്ചുകൊള്ളുന്നു.